നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പപ്പായ മഞ്ചൂരിയൻ. സാധാരണ കോളിഫ്ലവർ കൊണ്ടോ കാബേജ് കൊണ്ടോ ഒക്കെ മഞ്ചൂരിയൻ ഉണ്ടാക്കി കാണാറുണ്ട്. നമ്മളിന്നിവിടെ പപ്പായ കൊണ്ടാണ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മഞ്ചൂരിയൻ ബോൾസ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പച്ച പപ്പായ ഇടത്തരം വലുപ്പത്തിൽ ഒരെണ്ണം, സവാള അരിഞ്ഞത് ഒരെണ്ണം, ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് 2 ടീസ്പൂൺ, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, മൈദ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഓയിൽ ആവശ്യത്തിന്. പപ്പായ തൊലി കളഞ്ഞ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അരിഞ്ഞ സവാളയും ക്യാരറ്റും, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 2 ടേബിൾ സ്പൂൺ മൈദയും, ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ചില പപ്പായയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മൈദയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. എന്നാലേ നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇനി ഈ ഉരുളകൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് മഞ്ചൂരിയൻ ഗ്രേവി ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: കാപ്സിക്കം ഒരെണ്ണം അരിഞ്ഞത്, സവാള ഒരെണ്ണം അരിഞ്ഞത്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് 1.5 ടീസ്പൂൺ വീതം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത്, ഓയിൽ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞ കാപ്സിക്കവും സവോളയിട്ട് നന്നായി വഴറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടി, സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക.
ഇതിലേക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ച് ചെറിയ ചൂടിൽ നന്നായി കുറുക്കിയെടുക്കുക. ഈ കുറുക്കിയെടുത്ത ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യുക.